പ്രീതികര സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, റിവിഷനായിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു നമ്മൾ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്താണ് 1857 എന്ന വിപ്ലവ കാലഘട്ടത്തെ ചോദ്യങ്ങളാണ്. കാരണം PS ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളതും ആ ഒരു ചോദ്യ മേഖലയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, യെസ്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കഴ്സൺ പ്രഭു ആണ് അല്ലെ. കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് ഏത് ദിവസമായിരുന്നു? 1905 ജൂലൈ മാസം 20 അല്ലെ. യെസ്. പ്രാബല്യത്തിൽ വന്നത് 1905 ഒക്ടോബർ 16. ഈ ഒക്ടോബർ 16 ഇന്ത്യയിലെ വിലാപ ദിനമായിട്ടാണ് കണക്കാക്കുക. വിലാപ ദിനമായി കണക്കാക്കുന്നു. കാരണം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രണ്ടായി വേർതിരിച്ചു, മതത്തിന്റെ പേരിൽ വേർതിരിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് വിലാപ ദിനമായിട്ടാണ് ഒക്ടോബർ 16 കണക്കാക്കുക. എന്നാൽ ടാഗോർ പറഞ്ഞു, ആ ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരായ ജനങ്ങളെ ദുഃഖിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെ വെറുതെ നമ്മൾ ദുഃഖിച്ചിരിക്കേണ്ട. ഹിന്ദു മുസ്ലിം സഹോദര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായി കണക്കാക്കാമെന്ന് പറഞ്ഞു. ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായി കണക്കാക്കുന്നതിന് വേണ്ടി, ഹിന്ദു മുസ്ലിം സഹോദര്യത്തിന് വേണ്ടി എന്ന് ആദ്യമായി പറഞ്ഞത് അല്ലെങ്കിൽ പ്രേരണ നൽകിയത് ആരായിരുന്നു? രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. അതും നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയെ ചേരുംപടി ചേർക്കുക. 1773 റെഗുലേറ്റിംഗ് ആക്ട്, പിന്നെ സബ്സിഡറി അലയൻസ് സിസ്റ്റം, അതായത് സൈനിക സഹായ വ്യവസ്ഥ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ലേബർ. ആരൊക്കെ തമ്മിലാണ് ഇത് കൂട്ടിച്ചേർക്കാൻ കഴിയുക? യെസ്, 1773 റെഗുലേറ്റിംഗ് ആക്ട് സമയത്ത് ആരായിരുന്നു ഭരണാധികാരി? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? വാറൻ ഹേസ്റ്റിങ്സ്. ഡി ആണ്. അങ്ങനെയുള്ള ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബി ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ രണ്ടാമത് നോക്കുന്നു, സബ്സിഡറി അലയൻസ് സിസ്റ്റം. സബ്സിഡറി അലയൻസ് സൈനിക സഹായ വ്യവസ്ഥ 1798 ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി ആണ് അല്ലെ. അപ്പൊ അത് സി ഉണ്ട്. അപ്പൊ അത് ഓപ്ഷനിലുണ്ടോ നോക്കാം. എയും ബിയും മാത്രം ചെക്ക് ചെയ്താൽ പോരെ. അപ്പോ ബിയിലാണുള്ളത് 2 സി. ഇപ്പൊ തന്നെ നമുക്ക് ആൻസറിലേക്ക് പോവാം. ശരിയാണേ. വേറെ നമ്മൾ നോക്കണ്ട. പ്രിയ ഉദ്യോഗാർത്ഥികളെ, പരീക്ഷയ്ക്ക് നമുക്ക് സമയം കിട്ടുന്നില്ല എന്നത് മിക്കവാറും ഉദ്യോഗാർത്ഥികളുടെ പരാതികളാണ്. അപ്പൊ നമ്മൾ സാധാരണ ചിലപ്പോൾ ചെയ്യുന്നത് ചേരുംപടി ഇതെല്ലാം ഇങ്ങനെ ക്രോസ് വരയ്ക്കും. 1 ഡി 2 സി ഇങ്ങനെ വരയ്ക്കും. വരച്ചിട്ട് ഏറ്റവും അവസാനം നോക്കുന്നത്. അവിടെ സമയം പോകും. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരെണ്ണം ചെക്ക് ചെയ്യുക, ഓപ്ഷൻ നോക്കുക, അതുണ്ടോ? ഉണ്ട് എങ്കിൽ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കുക. ആ ഓപ്ഷൻ ഷോർട്ട് ലിസ്റ്റ്. ഒരെണ്ണമെങ്കിൽ അപ്പൊ ആൻസർ കറപ്പിച്ചിട്ടൊക്കെ പോവാം. ഇനി 2 ഉണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കുക. രണ്ടാമത് നോക്കുന്നു, ശരി. അപ്പൊ തന്നെ മിക്കവാറും ആൻസർ കിട്ടും കേട്ടോ. 1 കിട്ടില്ല, 2 ചെക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാവും, ആൻസർ ഉണ്ടാവും. നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ബാക്കിയോടെ നമുക്ക് പഠിച്ചു വെക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ലേബർ ആരാണ്? മയോ പ്രഭു ആണ്. മയോ പ്രഭു ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ലേബർ രൂപീകരിച്ചത് 1872 കേട്ടോ. ഇനി ഓഗസ്റ്റ് ഓഫർ ആരുടെ കാലഘട്ടത്താണ്? ലിങ്ഡോ പ്രഭുവിന്റെ കാലഘട്ടത്താണ്. ഓഗസ്റ്റ് ഓഫർ എന്നായിരുന്നു? 1940 ഓഗസ്റ്റ് മാസം 8 അല്ലെ. 1940 ഓഗസ്റ്റ് 8. എന്നാൽ ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്നാണ് ചോദ്യമെങ്കിൽ, ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്നാണ് ചോദ്യമെങ്കിൽ 1917 ഓഗസ്റ്റ് 20 എന്ന് പറയണം. ഓഗസ്റ്റ് ഓഫർ അഥവാ ഓഗസ്റ്റ് വാഗ്ദാനം 1940 ഓഗസ്റ്റ് 8. ഓഗസ്റ്റ് ഡിക്ലറേഷൻ അഥവാ ഓഗസ്റ്റ് വിളംബരം, വിളംബരം അഥവാ ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ 1917 ഓഗസ്റ്റ് 20 എന്നും പറയാം കേട്ടോ. 1-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ഓഗസ്റ്റ് വിളംബരം, 2-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ഓഗസ്റ്റ് ഓഫർ. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ. അസംഗാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ അസംഗാർ പ്രഖ്യാപനം അല്ലെങ്കിൽ നമ്മൾ അതിനെ അസംഗഡ് വിപ്ലവം, അസംഗഡ് പ്രഖ്യാപനം എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അല്ലെ. കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം? അസംഗാർ അഥവാ അസംഗഡ്. ഇംഗ്ലീഷിൽ അസംഗർ എന്ന് പറയും, അസംഗർ എന്ന് പറയും. മലയാളം വിളിക്കും അസംഗഡ് എന്നാണ് ചോദിക്കുക. അപ്പൊ അസംഗർ അഥവാ അസംഗഡ് പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സാന്താൾ കലാപം, ഓപ്ഷൻ ബി ഡെക്കാൻ കലാപം, ഓപ്ഷൻ സി സിപായി ലഹള, ഓപ്ഷൻ ഡി ബോക്സർ ലഹള. ഏതായിരിക്കും ഉത്തരം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിപായി ലഹള.
കാരണം അസംഗർ പ്രഖ്യാപനം നടത്തുന്നത് ആരെന്നറിയാമോ? 1857 വിപ്ലവ കാലഘട്ടത്ത് മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ സഫറാണ്. ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമനാണ് അസംഗർ പ്രഖ്യാപനം നടക്കുക. എന്തായിരുന്നു അസംഗർ പ്രഖ്യാപനം? ഡൽഹിയിലെ ജനങ്ങളോട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്യുന്നതാണ്. ഈ അസംഗർ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് ഡൽഹിയിലെ സാധാരണക്കാരായ ജനങ്ങൾ പോലും ബ്രിട്ടീഷുകാരെ എതിർക്കാനായിട്ട് സന്നദ്ധരായി മുന്നിട്ടിറങ്ങി. അവർക്ക് ആയുധബലമില്ല, ആയുധ പരിശീലനമൊന്നുമില്ല. പക്ഷേ ഈ മുഗൾ ഭരണാധികാരിയെ ബഹദൂർ ഷാ രണ്ടാമന്റെ അസംഗർ പ്രഖ്യാപനത്തോടുകൂടി ഡൽഹിയിലെ ജനങ്ങൾ പോലും ബ്രിട്ടീഷുകാർക്ക് രംഗത്തിറങ്ങി. ബ്രിട്ടീഷുകാർക്ക് അത് കുറച്ച് ക്ഷീണം ഉണ്ടാക്കി. പക്ഷേ ബ്രിട്ടീഷുകാർ അതിശക്തമായി തിരിച്ചടിച്ചു. സാധാരണക്കാരായ ജനങ്ങള് കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് ഡൽഹിയിൽ മാത്രമായിരുന്നു. മറ്റ് വിപ്ലവ കേന്ദ്രങ്ങളിലെ സൈനികരും ഭരണാധികാരികളും മാത്രമാണ് യുദ്ധത്തിൽ പങ്കെടുത്തതെന്ന് പറയും നേരിട്ട്. എന്നാൽ ഡൽഹിയിലാണ് സാധാരണക്കാരായ ജനങ്ങൾ നേരിട്ട് ഈ വിപ്ലവത്തിൽ പങ്കെടുക്കുക, സായുധ സമരത്തിൽ പങ്കെടുക്കുക. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാര് അതിക്രൂരമായി ഡൽഹിയിലെ ഈ വിപ്ലവം നയിച്ച ജനങ്ങളെ കൊന്നൊടുക്കിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരായിരുന്നു ജനറൽ നിക്കോൾസൺ. അതുകൊണ്ട് തന്നെ നമ്മൾ ജനറൽ നിക്കോൾസന്റെ പ്രത്യേകത എന്താ? ഡൽഹിയിൽ വിപ്ലവം അടിച്ചമർത്തിയത് ജനറൽ നിക്കോൾസന്റെ നേതൃത്വത്തിൽ. ആ ജനറൽ നിക്കോൾസനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ഡൽഹിയിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കിയത് കൊണ്ട് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? കശാപ്പുകാരൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജനറൽ നിക്കോൾസൺ. എന്തുകൊണ്ട്? ഡൽഹിയിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കി, കൂട്ടക്കൊല നടത്തി. ഡൽഹി കൂട്ടക്കൊല എന്ന് നമ്മൾ പറയും. ഈ കൂട്ടക്കൊല നടത്തിയെങ്കിൽ ഇത് അങ്ങനെയാ ജനങ്ങളെ അറിയുന്നേ, മറ്റുള്ളവരെങ്ങനെ അറിഞ്ഞേ? യെസ്, അതിനും ഒരു കാരണമുണ്ട്. ഉറുദു കവിയായ മിർസ ഗാലിബാണ് ഈ ദാരുണ സംഭവം ലോകത്തെ അറിയിക്കുക. ഇത് നേരിട്ട് കണ്ട വ്യക്തിത്വമായിരുന്നു മിർസ ഗാലിബ്. ആരാണ്? മിർസ ഗാലിബ് എന്ന ഉറുദു കവി. ഈ മിർസ ഗാലിബ് എന്ന ഉറുദു കവിയാണ് ഇത് ലോകത്തെ അറിയിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡൽഹി കൂട്ടക്കൊലയ്ക്ക് സാക്ഷിയായ ഉറുദു കവി ആര്? അത് PSC മറ്റൊരു ചോദ്യമാണ്. മിർസ ഗാലിബ്. ഓക്കെ, അപ്പോ ശിപായികളെ ഉണ്ടായിരുന്ന സമയത്ത് ബഹദൂർ ഷാ സഫർ ഡൽഹിയിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ. ഇതാണ് പ്രസിദ്ധമായ അസംഗഡ് പ്രഖ്യാപനം അഥവാ അസംഗർ പ്രഖ്യാപനം. തുടർന്ന് സാധാരണക്കാരെ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നു. ഡൽഹിയിൽ വിപ്ലവം അടിച്ചമർത്തിയത് ജനറൽ നിക്കോൾസൺ ആണ്. ഡൽഹിയിലെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തു. അതുകൊണ്ട് ജനറൽ നിക്കോൾസൺ എന്തെന്ന് വിളിക്കുന്നു? ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിളിക്കുന്നു. ഡൽഹിയിലെ ജനറൽ നിക്കോൾസൺ നടത്തിയ ജനങ്ങളെ കൂട്ടക്കൊല ലോകത്തെ അറിയിച്ചത് ദൃസാക്ഷിയായ ഉറുദു കവിയായ മിർസ ഗാലിബ് ആയിരുന്നു. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി? മംഗൾ പാണ്ഡെ അല്ലെ? നമുക്കറിയാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മംഗൾ പാണ്ഡെയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആരായിരുന്നു മംഗൾ പാണ്ഡെ? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സേവനം ചെയ്ത ഇന്ത്യൻ പട്ടാളക്കാരൻ, നമ്മൾ ഇന്ത്യൻ സിപായി എന്ന് പറയും. ഇദ്ദേഹം 34ാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട അംഗമായിരുന്നു. ഓക്കെ, 34ാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പടയിലെ അംഗമായിരുന്നു ആര്? മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയുടെ ഉള്ളിലെ പ്രതിഷേധം അദ്ദേഹത്തിന്റെ മേധാവിയായ ജെയിംസ് ഹ്യൂസനെ കൊല്ലാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിലെ പ്രതിഷേധം കാരണം ആരെ കൊല്ലാൻ തീരുമാനിച്ചു? ജെയിംസ് ഹ്യൂസനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്റെ കയ്യിലെ തോക്ക് ഉപയോഗിച്ച് അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തു. പക്ഷെ ജെയിംസ് ഹ്യൂസന് നേരെ ഉന്നമിച്ചെങ്കിലും കൊണ്ടതാർക്കാണ്? അഡ്ജൂട്ടന്റ് ഹെൻറി ബോഗിനാണ് വെടിയേറ്റത്. ആരെ കൊല്ലാനാണ് ശ്രമിച്ചത്? ജെയിംസ് ഹ്യൂസനെ. പക്ഷെ വെടികൊണ്ടതാർക്കാ? ഹെൻറി ബോഗിന്. അങ്ങനെ ഹെൻറി ബോഗ് കൊല്ലപ്പെട്ടു. ഹെൻറി ബോഗിനെ കൊല ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് മംഗൾ പാണ്ഡെ വിചാരണ ചെയ്ത ഉദ്യോഗസ്ഥന്റെ പേര് ജോൺ ഹേസി. വിചാരണ ചെയ്ത ഉദ്യോഗസ്ഥന്റെ പേര് എന്താണ്?
ജോൺ ഹേസി. ജോൺ ഹേസി വിചാരണ ചെയ്ത് കേവലം 10 ദിവസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി മംഗൾ പാണ്ഡെയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അപ്പോ മംഗൾ പാണ്ഡെയെ തൂക്കിക്കൊല്ലാൻ ഉത്തരവിട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ ജോൺ ഹേസി. മംഗൾ പാണ്ഡെ കൊല ചെയ്യാൻ ഉദ്ദേശിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ ജെയിംസ് ഹ്യൂസിനെ. മംഗൾ പാണ്ഡെ കൊല ചെയ്തത് ആരെയെന്ന് ചോദിച്ചാൽ ഹെൻറി ബോഗിനെ. ഒടുവില് മംഗൾ പാണ്ഡെയെ ഈ നമ്മുടെ ജെയിംസ് ഹ്യൂസിനെ വെടിയുതിർക്കുന്നതും വെടികൊണ്ട് ഹെൻറി ബോഗ് കൊല്ലപ്പെടുന്നതും 1857 മാർച്ച് മാസം 29 തീയതിയാണ്. ഡേറ്റ് മിക്കവാറും ചിലപ്പോൾ ചോദിക്കാം. 1887 മാർച്ച് 29. ഞാൻ പറഞ്ഞു 10 ദിവസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി എന്ന് പറഞ്ഞു അല്ലെ. ഇദ്ദേഹത്തെ മംഗൾ പാണ്ഡെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത് ജോൺ ഹേസി ആയിരുന്നു. എന്നാണ് തൂക്കിക്കൊല്ലുക? 1857 ഏപ്രിൽ മാസം 8 തീയതി തൂക്കിക്കൊന്നു. എവിടെ വെച്ച്? അതും PSC ഒരു മുൻവർഷ ചോദ്യമാണ്. മംഗൾ പാണ്ഡെ എവിടെ വെച്ചാണ് തൂക്കിലേറ്റിയത്? എവിടെയാ? ബാരക്പൂരിൽ വെച്ചാണ് തൂക്കിലേറ്റുക. 10 ദിവസത്തിനുള്ളിൽ. ശ്രദ്ധിച്ചു നോക്കിയേ. 29, 30, 31. അടുത്ത 7 ദിവസങ്ങൾ വിചാരണ ചെയ്യുന്നു. 11-ാം ദിവസം. അപ്പൊ 10 ദിവസത്തിനുള്ള വിചാരണ പൂർത്തിയാക്കിയത് ആരായിരുന്നു? ജോൺ ഹേസി ആയിരുന്നു. മറക്കരുത്. ഓക്കെ അല്ലേ? അപ്പോ കണക്റ്റഡ് ആണ്. മറക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെ തന്നെയാണ്. സംശയമൊന്നുമില്ല. ഇതുപോലെ മറ്റൊരു വസ്തുത കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കിപ്പോയാലോ? യെസ്, ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷി എന്നാണ് ചോദ്യമെങ്കിലോ? ആദ്യ മുസ്ലിം രക്തസാക്ഷി എന്നാണ് ചോദ്യമെങ്കിലോ? അഷ്ഫഖ് ഉല്ലാ ഖാൻ. ആരാണ്? അഷ്ഫഖ് ഉല്ലാ ഖാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരെന്ന് ചോദിച്ചാൽ ആദ്യ വനിതാ രക്തസാക്ഷി ആരാണ്? പ്രീതിലത വധേക്കർ. പ്രീതിലത വധേക്കർ. ഇനി ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്നാണ് ചോദ്യമെങ്കിൽ, പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ ആരെ പേര് പറയും? യെസ്, ഖുദിറാം ബോസ്. 19-ാമത്തെ വയസ്സിൽ ഖുദിറാം ബോസ് അല്ലെ. 1908 അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നു 19-ാമത്തെ വയസ്സിൽ. അതിന്റെ പേരിലാണ് അരവിന്ദ് ഘോഷിനെ അറസ്റ്റ് ചെയ്യുന്നത്. വിചാരണയ്ക്കൊടുവില് 1907-8 കാലഘട്ടത്ത് വിപ്ലവ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകി. അരവിന്ദ് ഘോഷിന്റെ വിപ്ലവ പ്രഭാഷണങ്ങളിലൂടെയാണ് ഖുദിറാം ബോസ് വിപ്ലവ രംഗത്തേക്ക് കടന്നു വരിക. അതിന്റെ പേരിൽ അരവിന്ദ് ഘോഷിനെ വിചാരണ ചെയ്തു. ഒടുവില് 1909 തെളിവിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ വിട്ടയച്ചു. അതോടുകൂടി അരവിന്ദ് ഘോഷ് എന്ത് ചെയ്യുന്നു? വിപ്ലവം വിട്ട് സന്യാസ ജീവിതത്തിലേക്ക് മാറുന്നു. അങ്ങനെ പുതുശ്ശേരിയിൽ വന്ന് ആശ്രമം സ്ഥാപിച്ച് അവിടെ കഴിയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അരവിന്ദ് ഘോഷിനെ പുതുശ്ശേരിയിലെ സന്യാസി എന്ന് വിളിക്കുക. അതിനുമുമ്പ് അദ്ദേഹം വിപ്ലവ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രചോദനമാണ് ഖുദിറാം ബോസിനെ വിപ്ലവത്തിലേക്ക് നയിക്കുന്നത്. ഖുദിറാം ബോസ് 19-ാമത്തെ വയസ്സിൽ 1908 അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയാണ്. ഓക്കെ. ഇനി ആദ്യ മുസ്ലിം പറഞ്ഞു, വനിത പറഞ്ഞു. തെക്കേ ഇന്ത്യയിലെ ആദ്യ രക്തസാക്ഷി എന്നാണ് ചോദ്യമെങ്കിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തെക്കേ ഇന്ത്യയിലെ ആദ്യ രക്തസാക്ഷി. അതും PSC ചോദ്യം ഏറ്റവും പ്രാധാന്യത്തോടെ ചോദിക്കുന്നതാണ്. തെക്കേ ഇന്ത്യയിലെ ആദ്യ രക്തസാക്ഷി എന്ന് പറയുന്നത് ആരാണ്? വാഞ്ചി അയ്യർ. വാഞ്ചി അയ്യർ ഇമ്പോർട്ടന്റ് ആണേ. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. തെക്കേ ഇന്ത്യയിലെ ആദ്യ രക്തസാക്ഷി വാഞ്ചി അയ്യർ. ആദ്യ മുസ്ലിം രക്തസാക്ഷി അഷ്ഫഖ് ഉല്ലാ ഖാൻ. ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതിലത വധേക്കർ. ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസുമാണ്. ഓക്കെ അല്ലേ? അത് നമുക്ക് പഠിക്കാം. ശരിയായവ തിരഞ്ഞെടുക്കുക. ദത്തവകാശ നിരോധന നിയമം സത്താറ, ജയ്പൂർ, സമൽപൂർ, ബാഗദ്, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ സ്ഥലങ്ങൾ ഏറ്റെടുത്തു. അത് ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരമാണ് ഇവയൊക്കെ ഈ നാട്ടുരാജ്യങ്ങളൊക്കെ ഏറ്റെടുക്കുക. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഇന്ത്യൻ കരകൗശല വസ്തുക്കളെയും വ്യവസായങ്ങളെയും നശിപ്പിച്ചു. തീർച്ചയായിട്ടും 1-ാം സ്വാതന്ത്ര്യ സമരം 1857 വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇത് തന്നെയായിരുന്നു. ഇന്ത്യയുടെ പ്രാദേശിക അല്ലെങ്കിൽ കുടിൽ വ്യവസായങ്ങൾ നശിക്കുവാനുള്ള കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നടപടികളാണ് എന്നാണ് നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക. കോട്ടേജ് ഇൻഡസ്ട്രീസ്, കുടിൽ വ്യവസായം തകരാനുള്ള പ്രധാന കാരണം. ഈ കുടിൽ വ്യവസായങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് കരകൗശല വസ്തുക്കൾ അല്ലെ.
അപ്പോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഇന്ത്യൻ കരകൗശല വസ്തുക്കളെയും വ്യവസായങ്ങളെയും നശിപ്പിച്ചു. ശരിയാണ്. 1888 നിയമത്തിന് ശേഷവും ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളരെ കാലം ഭരണം തുടർന്നു. അത് ശരിയാണോ? തെറ്റാണെന്നേ. കാരണം 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. തുടർന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥരെല്ലാം ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന കച്ചവട സ്ഥാപനത്തിന് പ്രാധാന്യമില്ല. അപ്പൊ തെറ്റാണ്. 1880 കലാപം വംശീയ വിദ്വേഷം സമരത്തിൽ ഏറ്റവും മോശമായ പൈതൃകമായിരുന്നു. തീർച്ചയായിട്ടും വംശീയ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ സാമുദായിക അടിസ്ഥാനത്തില് എന്ത് ചെയ്തു? ആശയപ്രചരണം ഉണ്ടായി. ഇന്ത്യക്കാരിൽ തമ്മിൽ എന്തുണ്ടാവാൻ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനും വിപ്ലവങ്ങൾ ഏകീകരിക്കാതിരിക്കുവാനും അതിൽ ഒരു പരിധിവരെ എന്ത് ചെയ്തു? ബ്രിട്ടീഷർ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ 1, 2, 4 എന്നിവയാണ് ശരി. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. 1887 കലാപം അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ശിപായി ലഹള, 2 പ്ലാസി യുദ്ധം, സി ബക്സാർ യുദ്ധം, ഓപ്ഷൻ ഡി സാന്താൾ കലാപം. നമുക്കറിയാം ശിപായി ലഹളയാണ് അല്ലെ. യെസ്. അപ്പോ ശിപായി ലഹള എന്നായിരുന്നു. വർഷം കൊണ്ട് നമുക്ക് പഠിച്ചു. 1887, പ്ലാസി യുദ്ധം 1757, ബക്സാർ യുദ്ധം 1764, സാന്താൾ കലാപം 1855. അടിച്ചമർത്തിയത് ഡൽഹൌസിയുമാണ്. സാന്താൾ കലാപം അടിച്ചമർത്തിയ ഡൽഹൌസി ഏത് വർഷം? 1855. അടുത്ത നമ്മൾ പറയുന്നു, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗർല സമരം നടത്തിയ നേതാവ് ആരാണ്? ഓപ്ഷൻ എ ബദൂർ ഷാ രണ്ടാമൻ, ഓപ്ഷൻ ഡി നാനാ സാഹിബ്, ഓപ്ഷൻ സി താന്തിയ തോപ്പെ, ഓപ്ഷൻ ഡി കൻവർ സിംഗ്. ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഈ ഗർല യുദ്ധം? എന്താണ് ഗറില്ല യുദ്ധം, ഗർല സമരം? ഈ ഗർല യുദ്ധം അറിയപ്പെടുന്ന മറ്റു 1-2 പേരുകൾ നമുക്ക് നോക്കാം. പേരുകൾ നോക്കിയാലോ? അല്ലെ, നോക്കാമോ? യെസ്. ഗർല യുദ്ധത്തിന്റെ മറ്റൊരു പേരാണ് ഒളിപ്പോര്. ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുക, പതിയിരുന്ന് ആക്രമിക്കുക. ഇതിന്റെ മറ്റൊരു പേരാണ് യൂറോപ്യൻ യുദ്ധമുറ. ഒളിപ്പോര് അഥവാ യൂറോപ്യൻ യുദ്ധമുറ. യൂറോപ്യൻ യുദ്ധമുറ എന്നറിയപ്പെടുന്ന ഗറില്ല യുദ്ധം, ഗറില്ല സമരം യൂറോപ്യൻ രാജ്യമായ ബ്രിട്ടന് അറിയാമായിരുന്നു. നിങ്ങൾ വിചാരിക്കും അറിയില്ല എന്ന് വിചാരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അറിയാമായിരുന്നു. ഈ ഗറില്ല യുദ്ധമുറ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം പരിചിതമാണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈനികര് ഗറില്ല യുദ്ധമുറയിൽ പ്രഗത്ഭരുമാണ്. ഇന്ത്യയില് ഈ ഗറില്ല യുദ്ധമുറ പ്രചരിപ്പിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം ഏതാണ്? കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കും. ആരാണ് ഒളിപ്പോര് അഥവാ യൂറോപ്യൻ യുദ്ധമുറ അഥവാ ഗറില്ല യുദ്ധമുറ ഇന്ത്യയിൽ അഥവാ കേരളത്തിൽ പ്രചരിപ്പിച്ചത്? ഇന്ത്യയിൽ അഥവാ കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആരായിരുന്നു? നിങ്ങൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോഴാണ് ഇത് പഠിക്കുക. ആര്? പോർച്ചുഗീസുകാർ. ഈ പോർച്ചുഗീസുകാരെ നമ്മൾ എന്തെന്നാണ് വിളിക്കുക? പറങ്കിമാവ് കൊണ്ടുവന്നതുകൊണ്ട്, കശുമാവ് കൊണ്ടുവന്നത് കൊണ്ട് പറങ്കികൾ എന്നാണ് അറിയപ്പെടുക. ആണോ? പോർച്ചുഗീസുകാരെ നമ്മൾ എന്തെന്ന് വിളിക്കുക? പറങ്കികൾ. അതിന്റെ അർത്ഥം കേരളത്തില് യൂറോപ്യൻ യുദ്ധമുറ അഥവാ ഒളിപ്പോര് അഥവാ ഗറില്ല യുദ്ധമുറ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് അഥവാ പറങ്കികളാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം ഇതറിയാം എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ പോർച്ചുഗീസുകാരെ പ്രചരിപ്പിച്ച ഒളിപ്പോര് ആർക്കറിയാം? ബ്രിട്ടീഷുകാർക്കും അറിയാം. വയനാടൻ മലനിരകൾ കേന്ദ്രീകരിച്ച് വയനാട് സ്വന്തമാക്കുവാൻ ബ്രിട്ടീഷുകാരെ ശ്രമിക്കുകയും അതിന്റെ ഭാഗമായി 2ാം പഴശ്ശിക്കലാപം ഉണ്ടാവുകയും ചെയ്തു. വയനാടൻ മേഖലയില് ബ്രിട്ടീഷുകാർക്ക് സുപരിചിതമായ പതിയിരുന്ന് ആക്രമിക്കുന്ന ഒളിപ്പോരാണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത്. ബ്രിട്ടീഷുകാരുടെ ഒളിപ്പോരിന് അതേ നാണയത്തിൽ മറുപടി നൽകുന്നതിന് വേണ്ടി 2ാം പഴശ്ശി വിപ്ലവ കാലഘട്ടത്ത് വയനാടൻ മേഖലയില് പഴശ്ശിരാജയും ഒളിപ്പോർ യുദ്ധമുറ സ്വീകരിച്ചു. അതുകൊണ്ട് നമ്മളിങ്ങനെ പഠിക്കാറുണ്ട്. ഒളിപ്പോർ യുദ്ധമുറ സ്വീകരിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയ ഭരണാധികാരി ആരാണ്? പഴശ്ശിരാജ. പഴശ്ശിരാജ ഒളിപ്പോര് യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാരെ ഏറ്റുമുട്ടി. എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാർക്ക് ഒളിപ്പോര് അറിഞ്ഞുകൂടെന്നാണോ? ബ്രിട്ടീഷുകാർക്ക് അറിയാം. അവർക്ക് സുപരിചിതമായ യുദ്ധമാണ് ഒളിപ്പോര് അഥവാ ഗറില്ല യുദ്ധമുറ. അവർക്ക് സുപരിചിതമായ യുദ്ധാഭ്യാസത്തിലൂടെ തിരിച്ചടിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ആ യൂറോപ്യൻ യുദ്ധമുറ അഥവാ ഒളിപ്പോര് അഥവാ ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രയോഗിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയ ഭരണാധികാരിയാണ് പഴശ്ശിരാജ. അതുകൊണ്ട്
പഴശ്ശിരാജയെ കുറിച്ച് ഒരു നോവൽ എഴുതിയപ്പോൾ സർദാർ കെ എം പണിക്കർ, ചരിത്രം അറിയാവുന്ന കെ എം പണിക്കർ എന്ത് ചെയ്തു? പഴശ്ശിരാജയെ പറങ്കി പടയാളി എന്ന് വിളിച്ചു. എന്തുകൊണ്ടാ പഴശ്ശിരാജയെ പറങ്കി പടയാളി എന്ന് വിളിച്ചു? എന്തുകൊണ്ടാണ് പഴശ്ശിരാജയെ പറങ്കി പടയാളി എന്ന് വിളിച്ചത്? ഒറ്റത്രയേ ഉള്ളൂ. എന്താ? പറങ്കികൾ കൊണ്ടുവന്ന ഒളിപ്പോര് അഥവാ ഗറില്ലായുധം ഉപയോഗിച്ച കേരളത്തിലെ ആദ്യ പ്രാദേശിക ഭരണാധികാരി. അങ്ങനെയെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ഈ ഒളിപ്പോര് അറിയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നമ്മുടെ യഥാർത്ഥ ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ ഗറില്ലായുധമുറ ബ്രിട്ടീഷുകാർക്ക് അറിയാം. ബ്രിട്ടീഷുകാരുടെ നല്ല സൈനിക അഭ്യാസമുണ്ടവർക്ക്, സൈനിക പരിശീലനം കിട്ടിയവരാണ്. അവർക്ക് അതേ നാണയത്തിൽ മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗറില്ലായുധമുറ സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു നാനാ സാഹിബിന്റെ സർവ്വസൈന്യാധിപനായ താന്തിയ തോപ്പി. നാനാ സാഹിബിന്റെ സർവ്വസൈന്യാധിപനായ താന്തിയ തോപ്പി. താന്തിയ തോപ്പി പ്രധാനമായിട്ടും നാനാ സാഹിബിനോട് ചേർന്ന കാൺപൂരിലായിരുന്നു വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ, അബദ്ധത്തിൽ വിചാരിക്കരുത് ബ്രിട്ടീഷുകാർക്ക് അറിയാത്തതാണ് ഒളിപ്പോര് അല്ലെങ്കിൽ ഗറില്ല എന്ന് പറയുന്നത്. ഒന്ന് വെറുതെ ചിന്തിച്ചാൽ മതിടാ. ഈ ഒളിപ്പോര് എന്ന് പറയുന്നത് ഗറില്ലായുധമുറ. ഗറില്ലകള് ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്. ചുരുക്കമാണ്, വളരെ ചുരുക്കമാണ്, വളരെ റയറാണ്. ഗറില്ലകൾ കാണപ്പെടുന്നത് യൂറോപ്പിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഗറില്ലായുധം രൂപം കൊണ്ടത് ഇവിടെ തന്നെ യൂറോപ്പിൽ തന്നെ. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സുപരിചിതവുമാണ് ഗറില്ലായുധം. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ ആക്രമണ രീതിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി നാനാ സാഹിബിന്റെ സർവ്വസൈന്യാധിപനായ താന്തിയ തോപ്പിയാണ് ഇന്ത്യയിൽ എന്ത് ചെയ്തത്? ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് ഗറില്ലായുധമുറ സ്വീകരിക്കുക. സെറ്റാണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം എവിടെയാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ 1857 വിപ്ലവം ആദ്യമായി ആരംഭിച്ചത് എവിടെ? മീററ്റിലാണ്. ഈ മീററ്റിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? മീററ്റിലാണ് ആരംഭിച്ചത് 1857 മെയ് മാസം 10-ാം തീയതി. അത് നിങ്ങൾക്ക് അറിയാം. ഇവിടെ മീററ്റിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഖദം സിംഗ്. മീററ്റിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയവരാണ് ഖദം സിംഗ് ആണ്. ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. PSC സ്ഥിരം ചോദിക്കുന്ന ചോദ്യവുമാണ് അല്ലെ? മീററ്റിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖദം സിംഗ് ആണ്. മറക്കരുത്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇവർ നേരെ എങ്ങോട്ട് പോവാണ്? ഇവരിന് നേരെ എങ്ങോട്ട് പോവാണ്? ഇവർക്കൊരു ഒരു ഭരണാധികാരി വേണം ബ്രിട്ടീഷുകാർ എതിർക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് മുഗൾ ഭരണാധികാരി ഭരണത്തിസ്ഥിര കേന്ദ്രമായ ഡൽഹിയിലേക്ക് ഇവർ പോവുകയാണ്, ശിപായിമാര്. ആ വിപ്ലവം ആരംഭിച്ചത് 1887 മെയ് 10 മീററ്റിലാണ്. മീററ്റിലെ നേതൃത്വം നൽകിയ ഖദം സിംഗ് ആണ്. നേരെ ഡൽഹിയിലേക്ക് പോയി അവിടുത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ സഫറിനെ കണ്ടു. ബഹദൂർ ഷാ സഫറിനെ കണ്ടിട്ട് പറഞ്ഞു, വിപ്ലവകാരികളുടെ നേതൃത്വം ഏറ്റെടുക്കണം. എന്നാൽ ഡൽഹിയിൽ എത്തിച്ചേർന്ന 1857 മെയ് മാസം 11-ാം തീയതി. മെയ് 10-ന് യാത്ര തിരിച്ചു. ഡൽഹിയിൽ എത്തിയത് മെയ് 11-ാം തീയതി. മീററ്റിൽ നിന്ന് ഡൽഹിയിലേക്ക്. ഈ പോകുന്ന വഴിയിൽ ക്ഷീണം മറക്കാൻ വേണ്ടിയിട്ട്, നമുക്കറിയാമല്ലോ ജോലി ചെയ്യുമ്പോൾ ക്ഷീണം മറക്കാൻ വേണ്ടിയിട്ട് നാടൻ പാട്ട് പാടുന്നത് പോലെ, മെയ് 10-ന് വിപ്ലവം മീററ്റിൽ നിന്ന് ആരംഭിച്ച് ഡൽഹിയിലേക്ക് മാർച്ച് പാസ്റ്റ് നടത്തിയപ്പോൾ ആ ക്ഷീണം മാറ്റാൻ വേണ്ടി ഇവരൊരു പാട്ട് പാടിയിരുന്നു. അസമുല്ല ഖാൻ രചിച്ച ഹം ഹേ ഇസ്കാ മാലിക്, ഹം ഹേ ഇസ്കാ മാലിക്. ശരിയാണോ? അപ്പോ ഹം ഹേ ഇസ്കാ മാലിക് എന്ന ഗാനം രചിച്ചത് അസമുല്ല ഖാനാണ്. ആ ഗാനം ആലപിച്ചുകൊണ്ടാണ് മെയ് 10-ന് വിപ്ലവകാരികൾ യാത്ര തിരിച്ച് മെയ് 11-ന് ഡൽഹിയിൽ എത്തിച്ചേരുക. മാർച്ച് പാസ്റ്റ് ഗാനം ഹം ഹേ ഇസ്കാ മാലിക്. ഓക്കെ, INA-യുടെ മാർച്ച് പാസ്റ്റ് ഗാനം എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ ആർമി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച INA-യുടെ മാർച്ച് പാസ്റ്റ് ഗാനം ഖദം ഖദം ബഡായേ ജാ, ഖദം ഖദം ബഡായേ ജാ. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ വഴിയില്ല. വെറുതെ ഒന്ന് യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്ത് നോക്കുക, ഖദം ഖദം ബഡായേ ജാ. അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആ ഒരു സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ പറയും, അയ്യോ ഇതായിരുന്നോ, ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. ആ തുടങ്ങിയ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം മിക്കവാറും ഓഗസ്റ്റ് 15-നും ജനുവരി 26-നും ഒക്കെ നിങ്ങൾ സ്റ്റാറ്റസ് ഇടുന്നത് ഈ മ്യൂസിക്കുള്ള മാർച്ച് പാസ്റ്റ് ഒക്കെ ആയിരിക്കും. സൈനികരുടെ മാർച്ച് പാസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഗാനം ഉപയോഗിക്കുക ഇപ്പോഴും ഇന്ത്യൻ സൈനികരുടെ. ഖദം ഖദം ബഡായേ ജാ കേട്ടോ. അപ്പോൾ ഓർമ്മിക്കുക, 1880 വിപ്ലവം ആരംഭിച്ചത് മീററ്റിലാണ്. 1880 മെയ് 10-ാം തീയതി.
മെയ് 11 ഡൽഹിയിലേക്ക് പോകുന്നു. ഈ വിപ്ലവകാരികൾ ശിപായികൾ നടത്തിയ മാർച്ച് പാസ്റ്റ് ഗാനം എന്തായിരുന്നു? ഹം ഹേ ഇസ്കാ മാലിക്. ഹം ഹേ ഇസ്കാ മാലിക്കിന്റെ രചയിതാവ് എന്ന് പറയുന്നത് അസ്മുല്ല ഖാനാണ്. ഓക്കെ, അസ്മുല്ല ഖാൻ ആരായിരുന്നു? നാനാ സാഹിബിന്റെ ദിവാൻ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു. അസ്മുല്ല ഖാൻ രചിച്ചതാണ് കേട്ടോ. അടുത്ത് പറയുന്നു, താഴെ പറയുന്നവരിൽ ആരാണ് 1857 കലാപത്തെ സമ്പൂർണ്ണ ദേശഭക്തി വിരുദ്ധവും സ്വാർത്ഥവുമായ സിപാഹികളാണ് വിശേഷിപ്പിച്ചത്? അങ്ങനെ വിശേഷിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് ആരായിരിക്കും ഇവിടെ? ബ്രിട്ടീഷുകാരായിരിക്കും അല്ലെ? ആരാണ്? ഓപ്ഷൻ എ ടി ആർ ഹോംസ്, ഓപ്ഷൻ ബി സർ ജോൺ സീലി, ഓപ്ഷൻ സി കാനിങ് പ്രഭു, ഓപ്ഷൻ ഡി ജെയിംസ് ഔഡ്രാം. കാനിങ് പ്രഭു ആ സമയത്തെ വൈസ്രോയിയാണ്. പക്ഷെ പുള്ളിക്കാരൻ എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. വിപ്ലവം അടിച്ചമർത്തണം, കാരണം ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നിർദ്ദേശമുണ്ട്. എങ്കിലും പലപ്പോഴും സമാധാനപരമായ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന വ്യക്തി. ഫോർ എക്സാമ്പിൾ, ദത്തവകാശ നിരോധന നിയമം 1859 റദ്ദ് ചെയ്തു. ബംഗാളില് നീലം കർഷക കലാപം ആരംഭിച്ചപ്പോൾ അത് ഒരു പരിധിവരെ അവസാനിപ്പിക്കാനായിട്ട് വാടക, കൃഷിഭൂമിയുടെ വാടക ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബംഗാൾ റെന്റൽ ആക്ട് ഒക്കെ കൊണ്ടുവന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ കാനിങ് പ്രൂഫ് ആകാൻ ഒരു ചാൻസും ഇല്ല എന്ന കാര്യം ഓർമ്മിക്കുക. പിന്നെ ജെയിംസ് ഔഡ്രാം, അദ്ദേഹം സ്വാഭാവികമായിട്ടും കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്, സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ചാൻസ് ആരാണ്? ബ്രിട്ടീഷുകാരായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ബ്രിട്ടീഷ് അനുഭാവി എന്നുകൂടെ മനസ്സിൽ ഉറപ്പിച്ചാൽ നമുക്ക് ആൻസറിലേക്ക് പോകാനായിട്ട് കഴിയും. സർ ജോൺ സീലി. സർ എന്ന ടൈറ്റിൽ കിട്ടുന്നത് സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് അനുഭാവികൾക്കല്ലേ. ഏഹ് ഒരു പക്ഷെ നിങ്ങൾക്ക് ആൻസർ അറിഞ്ഞൂടെങ്കിലും നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഗസ് ചെയ്യാൻ പറ്റും അല്ലെ? ഇപ്പൊ ഉദാഹരണം അതുമായിട്ട് കണക്റ്റഡ് ഫാക്ടേഴ്സ് ചിന്തിക്കുക. അപ്പൊ സർ എന്ന ടൈറ്റിൽ കൊടുക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ആർക്കാ സർ എന്ന ടൈറ്റിൽ കൊടുക്കുക? ബ്രിട്ടീഷുകാരെ ചേർന്ന് നിൽക്കുന്നവർക്ക്. ബ്രിട്ടനെതിരെ വിപ്ലവം നയിക്കുന്ന ആർക്കെങ്കിലും സർ പദവി കിട്ടുമോ? കിട്ടില്ല. അപ്പോ താഴെപ്പറഞ്ഞുള്ള ആരാണ് 1880 കലാപത്തെ സമ്പൂർണ്ണ ദേശഭക്തി വിരുദ്ധവും സ്വാർത്ഥവുമായ ശിപായികളെ എന്ന് വിളിക്കുക? സർ ജോൺ സീലി. 1887 കലാപകാരികളും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും എന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. ബഹദൂർ ഷാ സഫർ എവിടെയാ? ഡൽഹിയിലാണോ? ആണ്. ബീഗം ഹസ്രത്ത് മഹൽ ഝാൻസി ആണോ? അല്ല. കൻവർ സിംഗ് ആരെയാണോ? അതെ. അപ്പോ 1ഉം 3ഉമാണ് ഇവിടെ ശരിയെന്ന് വിചാരിക്കാം അല്ലെ? യെസ്. അപ്പൊ ഓർമ്മിക്കുക, ബീഗം ഹസ്രത്ത് മഹൽ ഝാൻസിയിലെ വിപ്ലവം നയിച്ചിട്ടുണ്ടോ? ഇല്ല. ബീഗം ഹസ്രത്ത് മഹൽ പ്രധാനമായിട്ടും എവിടെയാ? ലക്നൌവിലാണ്. ലക്നൌവിലാണ്. ആണോ? ശരിയല്ലേ? ലക്നൌവിലാണ്. നമ്മുടെ കൻവർ സിംഗ് എന്ന് പറയുന്നത് 1857 വിപ്ലവ കാലഘട്ടത്ത് വിപ്ലവകാരികളായ ഭരണാധികാരികളിൽ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനായിരുന്നു. ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനായിരുന്നു ആര്? കൻവർ സിംഗ്. അതുകൊണ്ട് നമ്മൾ കൻവർ സിംഗിനെ എന്തെന്ന് വിശേഷിപ്പിക്കാറുണ്ടടാ? അതുകൊണ്ട് നമ്മൾ കൻവർ സിംഗിനെ എന്തെന്ന് വിശേഷിപ്പിക്കാറുണ്ട്? യെസ്, 1857 വിപ്ലവത്തിന്റെ വന്യ വയോധികൻ എന്ന് വിളിക്കാറുണ്ട്. 1857 വിപ്ലവത്തിന്റെ വന്യ വയോധികൻ എന്ന് വിളിക്കാറുണ്ട്. മറക്കല്ലേ? ഇവിടെ 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ്. കൻവർ സിംഗിനെ എന്തെന്ന് വിളിക്കുന്നു? 1857 വിപ്ലവത്തിന്റെ വന്യ വയോധികൻ. വന്യ വയോധികൻ. വയോധികനായിട്ട് പോലും ആറയിൽ മാത്രമാണോ ഇദ്ദേഹം വിപ്ലവം നയിച്ചത്? ആറയിൽ മാത്രമാണോ? ഇല്ലെന്നേ. പുള്ളിക്കാരൻ ഒരുപാട് സ്ഥലങ്ങളിൽ വിപ്ലവം നയിച്ചു. ബ്രിട്ടീഷുകാരെ ആക്രമിച്ചു, നിരന്തരം ആക്രമണം അഴിച്ചുവിട്ട ഒരു മനുഷ്യനായിരുന്നു. ആറാ PS ചോദിക്കാറുണ്ട്. ഇപ്പോഴ് റീസെന്റ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ച ഓപ്ഷനിൽ ആറേയാണ് തന്നിട്ടില്ല. ഇതിനു മുമ്പ് ആദ്യമൊക്കെ, അതായത് ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ വർഷങ്ങൾ, അതായത് 2015-18 കാലഘട്ടം വരെ ഏറ്റവും കൂടുതൽ PS ചോദിച്ചത് ബീഹാറിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയതായിരുന്നു കൻവർ സിംഗ് ആണ്. അത് കഴിഞ്ഞ് ആറാണ് ഇപ്പൊ ചോദ്യം. ഇത് കൂടാതെ ജഗദീഷ്പൂരിലും നമ്മുടെ ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിലാണ് നേതൃത്വം നൽകിയെന്ന് അറിയാം അല്ലെ? പിന്നെ ഔദില് അവരെ വിപ്ലവം നയിച്ചിട്ടുണ്ട്. അവർ പരാജയപ്പെട്ടപ്പോൾ ഔദിലും ആരെ വിപ്ലവം നയിച്ചിട്ടുണ്ട്? നമ്മുടെ കൻവർ സിംഗ്. അപ്പോ 1857 വിപ്ലവത്തിന്റെ വന്യവയോധികൻ എന്നറിയപ്പെടുന്ന കൻവർ സിംഗ് പ്രധാനമായും 4 സ്ഥലങ്ങളിൽ, ഒന്ന് ആറ, ബീഹാർ, ജഗദീഷ്പൂർ, ഔദ് എന്നിവിടങ്ങളിൽ വിപ്ലവം നയിച്ച വ്യക്തിത്വമാണ്. ആറ, ബീഹാർ, ജഗദീഷ്പൂർ, ഔദ് എന്നിവിടങ്ങളിൽ. ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത് കേട്ടോ. കൻവർ സിംഗ് എന്നാണ് പേര്. കൻവർ സിംഗ് എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ KUN
അങ്ങനെയാ എഴുതുക. കൺവേഴ്സിങ്, കൺവേഴ്സിങ്. പലപ്പോഴും ഈ കൺവേഴ്സിങ് എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. പക്ഷേ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് ചിലപ്പോ എന്തെന്ന് കാണും, കുൻവർസിങ് എന്ന് കാണും. സംശയം വേണ്ട, രണ്ടും ഒരാളെ തന്നെ. ഒന്നെങ്കിൽ കൺവേഴ്സിങ് അല്ലെങ്കിൽ കുൻവർസിങ്, രണ്ടും ഒരാളുടെ പേര് തന്നെ. നമ്മൾ എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നത്തിലാണ് PSC ചിലപ്പോൾ കുൻവർസിങ് എന്ന് തരിക. ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഒന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല, കുൻവർസിങ് തരിപ്പോഴും കേട്ടോ. കുൻവർസിങ് അഥവാ കൺവർസിങ് രണ്ടും ഒരാളെ തന്നെയാണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? വിപ്ലവത്തിന് ശേഷമല്ലേ ഗവർണർ ജനറൽ എന്ന സ്ഥാനം വൈസ്രോയായിട്ട് മാറുക? ആൻസർ എന്താണ്? സിമ്പിൾ, ഡൽഹൌസി പ്രഭു ആണ്. ആണോ? അല്ലാന്നേ. ഡൽഹൌസി പ്രഭു ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ആളല്ലേ. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1856 അവസാനിച്ചു. 48 മുതൽ 56 വരെയാണ് അദ്ദേഹം. 56 തൊട്ട് 1856 തൊട്ട് 1862 വരെ കാനിങ് ഗ്രൂപ്പ് ആയിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് 1857 വിപ്ലവം. സ്വാഭാവികമായിട്ടും കാനിങ് ഗ്രൂപ്പാണ് അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനയാണ് ചോദ്യം. ഓക്കെ, ഡൽഹിയിലെ സമരത്തിന്റെ നേതാവ് റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. ആണോടാ? അല്ലെന്നേ. ഡൽഹിയിൽ ആരാ നേതാവ്? ബഹദൂർ ഷാ സഫറാണ്. ബഹദൂർ ഷാ രണ്ടാമനാണ് ഡൽഹിയിലെ നേതാവ് എന്ന് പറയുക. പിന്നെ ആരുടെ ഉണ്ട്? ജനറൽ ഫക്ത് ഖാൻ ഉണ്ട്. ബഹദൂർ ഷാ സെക്കൻഡും ജനറൽ ഫക്ത് ഖാൻ, വിപ്ലവകാരികളുടെ ശിപായിമാരുടെ നേതാവ് എന്ന രീതിയിൽ. ബീഹാറിൽ ആറയിൽ നേതൃത്വം വഹിച്ചത് നവാബ് വാജിദ് അലി ഷാ ആണ്. ആണോ? അല്ല. നവാബ് വാജിദ് അലി ഷാ അല്ല ബീഹാറിലെ ആറയിൽ നേതൃത്വം നൽകിയത്. ആറയിൽ ആരായിരുന്നു? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചേ ഉള്ളൂ, കൻവർ സിംഗ് ആയിരുന്നു അല്ലെ. ആണോ? ഈ വാജിദ് അലി ഷാ എവിടെയാ നേതൃത്വം നൽകി? എനി ഐഡിയ? വാജിദ് അലി ഷാ പ്രധാനമായും നേതൃത്വം നൽകുന്നത് ഔദിലാണ് കേട്ടോ. അപ്പൊ ബീഹാറിലെ ആറയിൽ നേതൃത്വം വഹിച്ചതാണ് ആര്? നമ്മുടെ കൻവർ സിംഗ് എന്ന് പറയുക. കൻവർ സിംഗ് ആണ്. വാജിദ് അലി ഷാ എവിടെയാണ് നേതൃത്വം നൽകിയെന്ന് ചോദിച്ചാൽ ഔദിലുമാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബാണ്. തീർച്ചയായിട്ടും നാനാ സാഹിബ് എന്ന ഭരണാധികാരിയും അദ്ദേഹത്തോടൊപ്പം കൂടാതെ ആരുമുണ്ട്? താന്തിയ തോപ്പിയുമുണ്ട്. താന്തിയ തോപ്പി. കാൺപൂരിലെ നാനാ സാഹിബ് ഉണ്ട്, കൂടാതെ താന്തിയ തോപ്പി. അവിടെ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1ഉം 2ഉം തെറ്റ് എന്നതാണ് അല്ലെ. യെസ്. 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? നമ്മളിപ്പോ കണ്ട ചോദ്യമാണ്, വീണ്ടും റിപ്പീറ്റഡ് വന്നു. ആരാണ്? കാനിങ് പ്രഭു ആണ് അല്ലെ. 1887 കലാപത്തിന്റെ കേന്ദ്രമായിരുന്ന ഔദിനെ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയായി വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഡൽഹൌസി പ്രഭു ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, റിപ്പീറ്റഡ് കുറെ തവണ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും ഉൾക്കൊള്ളിച്ചത് കേട്ടോ. ഡൽഹൌസി പ്രഭു ആണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് എന്നായിരുന്നു. ഝാൻസി റാണി എന്നാണ് വീരമൃത്യു വരിച്ചത്? യെസ്. 1858 59 60 അതോ 57? യെസ്, 58. കൃത്യമായി പറഞ്ഞാൽ 1858 ജൂൺ മാസം 18 എന്നതാണ് PSCയുടെ ചോദ്യം. ജൂൺ 18 എന്നാണ്. പക്ഷെ ബ്രിട്ടീഷുകൾ ഇപ്പോഴും ജൂൺ 17 ജനറൽ നിക്കോൾസൺ വെടിവെച്ചു. അപ്പോൾ തന്നെ ഝാൻസി റാണി കൊല്ലപ്പെട്ടു എന്നാണ്. പക്ഷെ ഝാൻസി റാണിയുടെ പിൻഗാമികൾ പറയുന്നത് അല്ല, ഝാൻസി റാണി പരിക്കേറ്റു, മാരകമായി പരിക്കേറ്റിരുന്നു. 17 അല്ല കൊല്ലപ്പെടുന്നത്, 18 എന്നാണ്. ഝാൻസി റാണി എവിടെയൊക്കെയാണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാൽ ഒരു കാര്യം, കുതിരയുടെ പേരൂടെ പറഞ്ഞു. ഝാൻസി റാണിയുടെ യുദ്ധസമയത്ത് ഝാൻസി റാണി ഉപയോഗിച്ച കുതിര ബാദലും സാരംഗിയും. ബാദൽ, സാരംഗി. അതിൽ ഏറ്റവും പ്രധാനം ബാദലാണ് കേട്ടോ. ബാദലും സാരംഗി. ഓക്കെ. ഝാൻസി റാണി എവിടെയൊക്കെയാണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയതെന്ന് PSC ചോദിക്കാറുണ്ട്. എവിടെയൊക്കെയാണ്? ഝാൻസിയിലുണ്ട് അല്ലെ. ഝാൻസിയിലുണ്ട് ഒന്ന്. പിന്നെ എവിടെ വെച്ചാണ് വീരമൃത്യു വരിക്കുന്നത്? ഗോളിയോറിൽ വെച്ചാണ്. അപ്പൊ ഗോളിയോർ ഉണ്ട്. ഗോളിയോറിൽ വെച്ചാണ് വീരമൃത്യു വരിക്കുക. ഗോളിയോർ ഉണ്ട്. പിന്നെ ബുന്ദേൽഖണ്ഡ്. എവിടെയാണ്? ബുന്ദേൽഖണ്ഡ്. മറക്കല്ലേ. അപ്പോ
ഝാൻസി, ഗോളിയോർ, ബുന്ദേൽഖണ്ഡ് എന്നിവിടങ്ങളിൽ വിപ്ലവം നയിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഝാൻസി റാണിയാണ്. 1850 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഡൽഹി, കാൺപൂർ, ഔധ, ഝാൻസി. നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ കാൺപൂർ അല്ലെ? നാനാ സാഹിബും കൂടാതെ അദ്ദേഹത്തിന്റെ സർവ്വസൈന്യാധിപനായ താന്തിയ തോപ്പിയും നാനാ സാഹിബിന്റെ ദിവാൻ പ്രധാനമന്ത്രിയായ അസബുല്ല ഖാനും ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എവിടെയാണ് 1887 കലാപം ആരംഭിച്ചത്? നമ്മൾ പറഞ്ഞു മീററ്റിലാണ്. എന്ന് ആരംഭിച്ചതെന്ന് പറഞ്ഞു? 1800 1857 മെയ് മാസം 10-ാം തീയതി. മെയ് മാസം 10-ാം തീയതി. അവിടെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ ഖദം സിംഗ് ആണ്. മീററ്റിലെ ഖദം സിംഗ് ആണ്. നമ്മൾ റീസെന്റ് ആയി പറഞ്ഞ കാര്യമാണ് അല്ലെ? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം ഇത്. സിമ്പിൾ അല്ലേ? 1857 വിപ്ലവമാണ്, നമ്മൾ പഠിച്ചതാണ്. അടുത്ത ചോദ്യം, 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധമുയർത്തിയ വ്യക്തി. ആദ്യമായി പ്രതിഷേധം ഉയർത്തിയ വ്യക്തിയാണ് മംഗൾ പാണ്ഡെ. 34-ാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പടയിൽ അംഗമായിരുന്നു. അദ്ദേഹം ആരെ വധിക്കാനാണ് ശ്രമിച്ചത്? ആരെ വധിക്കാനാണ് ശ്രമിച്ചത്? യെസ്, ആരെ ഓർമ്മയുണ്ടോ? ജെയിംസ് ഹ്യൂസ്റ്റനെ കൊല്ലാൻ ശ്രമിച്ചു. ആർക്ക് വെടിയേറ്റു? അഡ്ജുട്ടന്റ് ബോഗിന് കൊണ്ടു. അങ്ങനെ അഡ്ജുട്ടന്റ് ബോഗ് കൊല്ലപ്പെട്ടു. അങ്ങനെ അഡ്ജുട്ടന്റ് ബോഗിനെ കൊല്ലപ്പെട്ടത് 1887 മാർച്ച് 29. 10 ദിവസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചത് ജോൺ ഹേസി ആയിരുന്നു. ജോൺ ഹേസിയുടെ ഉത്തരവനുസരിച്ച് 1887 ഏപ്രിൽ 8-ാം തീയതി ബരക്പൂരിൽ വെച്ച് മംഗൾ പാണ്ഡെയെ തൂക്കിക്കൊന്നു. ഇതൊക്കെ നമ്മൾ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞതാണ്. നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. വീണ്ടും ആ ചോദ്യം കൊണ്ടുവന്നത് കണക്റ്റഡ് ഫാക്റ്റ് ആണ് അല്ലെ? മറ്റൊരു ചോദ്യം ചോദിച്ചെന്ന് മാത്രം. 1887 വിപ്ലവത്തിന്റെ കലാപ കേന്ദ്രങ്ങളുടെയും നേതാക്കന്മാരുടെയും ശരിയായ ജോഡികൾ കണ്ടെത്തുക. ലക്നൗ താന്തിയ തോപ്പിയാണോ? ലക്നൌവിലെ താന്തിയ തോപ്പി ഉണ്ടോ? ഫൈസാബാദിലെ ബഹദൂർ ഷാ രണ്ടാമനാണോ? അപ്പൊ രണ്ടും തെറ്റല്ലേ? കാൺപൂരിലെ നാനാ സാഹിബ്. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള ആണോ? ശരിയാണെന്നോ? ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ശരിയാണ് അല്ലെ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. കാൺപൂരിലെ നാനാ സാഹിബിലും ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള അല്ലെങ്കിൽ മൗലവി അഹമ്മദ് ഷാ, രണ്ടും പറയാറുണ്ട്. മൗലവി അഹമ്മദുള്ള അഥവാ മൗലവി അഹമ്മദ് ഷാ. 1887 വിപ്ലവം കാൺപൂരിൽ നയിച്ചതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലെ? നാനാ സാഹിബാണ്. നാനാ സാഹിബിനോട് ആരുടെ ഉണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ സർവ്വസൈന്യാധിപനായ താന്തിയ തോപ്പിയുണ്ട്. കൂടാതെ ദിവാൻ അഥവാ പ്രധാനമന്ത്രിയായ അസമുല്ല ഖാനുമുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൌവില് നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിൽ മാത്രമാണ് നേതൃത്വം കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിൽ നേതൃത്വം കൊടുത്തു. പിന്നെ ഔദില് അവര് വിപ്ലവം നയിച്ചിട്ടുണ്ട്. ആഗ്രയിലും വിപ്ലവം നയിച്ചിട്ടുണ്ട്. ഔദിലും ആഗ്രയിലും വിപ്ലവത്തിന് നേതൃത്വം ബീഗം ഹസ്രത്ത് മഹലാണ്. ഒടുവിൽ ബീഗം ഹസ്രത്ത് മഹൽ ബ്രിട്ടീഷുകാരോട് പരാജയപ്പെടുന്നു. പരാജയപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി എങ്ങോട്ട് നാട് കടത്തപ്പെട്ടു? നേപ്പാളിലേക്ക് രക്ഷപ്പെട്ടു. നേപ്പാളിലേക്ക് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ബീഗം ഹസ്രത്ത് മഹൽ. ബ്രിട്ടീഷുകാരുടെ പിടിയിലാകും എന്ന് ഉറപ്പായപ്പോൾ. 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കളാണ് റാണി ലക്ഷ്മിബായി, ബീഗം ഹസ്രത്ത് മഹൽ. ബന്ധമുണ്ടല്ലോ? ഉണ്ട്. താന്തിയ തോപ്പി നാനാ സാഹിബ് ഉണ്ടോ? ഉണ്ട്. കൻവർ സിംഗ് ഷാമാൽ ഉണ്ടോ? ഉണ്ട്. സിദ്ധു കാനു ഉണ്ടോ? സിദ്ധുവും കാനു ഉണ്ടോ? ഇല്ല. അപ്പൊ ആൻസർ ആയിട്ട് എന്ത് വരും? ആര് വരും? സിദ്ധുവും കാനു. അത് തെറ്റാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് കോൾ ഗോത്രവർഗക്കാരുടെ നേതാവായിരുന്നു ഗോനു. കോൾ ഗോത്രവർഗക്കാരുടെ നേതാവാരാ? ഗോനു. ആ ഗോനുവിനെ ഓർമ്മ വെച്ചിട്ട് കാനു എഴുതിയേക്കില്ല കേട്ടോ. അടുത്ത 1887 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം. നാനാ സാഹിബ് സ്ഥിരം ഒരുപാട് തിരിച്ചു മറിച്ചൊക്കെയാണ് ചോദിക്കുന്നത്. ഒന്നുകിൽ കാൺപൂരിലെ നേതൃത്വം നൽകിയത് ആര്, അല്ലെങ്കിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയത്. സ്ഥിരം ചോദ്യമാണ്. അത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ആ ചോദ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നത്. കാൺപൂർ. ഓക്കെ. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം ഏതാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തെക്കേ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് തമിഴ്നാട്ടില് ഒരു പ്രാദേശിക ഭരണാധികാരിയായിരുന്നു. ബ്രിട്ടീഷുകാർ നികുതിവൽക്കരണത്തിനെതിരെ അദ്ദേഹം വിപ്ലവം ആരംഭിച്ചു. പ്രാധാന്യത്തോടെ പേസ് ചോദിക്കാറുണ്ട്. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? തിരുനെൽവേലിയാണ് കേട്ടോ. അപ്പൊ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ചത്
എവിടെയാ? തിരുനെൽവേലിയിലാണ്. മറക്കരുത്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. ഉം. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് നെഹ്റു ത്രിവർണ്ണ പതാക ഉയർത്തിയത് ലാഹോറിലെ രവി നദിക്കരയിലാണ്. 1907 സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് പ്രതിനിധികൾ മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി വേർതിരിക്കും. ശരിയാണോ? ശരിയാണ്. 1908 കഴ്സൺ ഗ്രൂപ്പ് ബംഗാൾ വിഭജിച്ചില്ല. അത് 1905 അപ്പോ ശരിയായത് 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് നമ്മൾ പറഞ്ഞതാണ് 1857 മെയ് മാസം 10 സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ 1850 വിപ്ലവവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്തത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. പ്രിയ വിദ്യാർത്ഥികളെ കൃത്യമായി പഠിച്ചു വരാനായിട്ട് ശ്രമിക്കുക. റിവിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മുൻവർഷ ചോദ്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇനിയും മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിവിഷൻ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ റിവിഷൻ മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോയാൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, മുൻവർഷ ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി പഠിച്ചു പോവുക. കൃത്യമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ബൈ.